സംസാരിക്കട്ടെ അരുൺ ഞാൻ സംസാരിക്കട്ടെ. എന്റെ സമയങ്ങളല്ലേ സൂപ്പർ സ്റ്റാർ അരുൺ, എന്റെ സമയങ്ങളല്ലേ ഞാൻ പറയട്ടെ. 144 കോടി ജനങ്ങളുള്ള രാജ്യത്ത് അല്ലെ ഞാൻ പറയട്ടെ 144 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 19 കോടി വോട്ട് ലഭിച്ച് പ്രധാനമന്ത്രിയായതാണ് നരേന്ദ്രമോദി. അപ്പോൾ ജനഹിതം തീരുമാനിക്കപ്പെടുന്നത് ജനാധിപത്യത്തിൽ അധികാരത്തിന്റെയും സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, അത് മറ്റൊരു ഇതിലും കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഈ ആശയങ്ങളെല്ലാം പൊളിഞ്ഞതല്ലേ കണ്ടത്? എന്തായിരുന്നു GST കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്? ഒരു രാജ്യം ഒറ്റ നികുതി ഇല്ലേ, ഒന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം. ഞങ്ങൾ GST ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ഒന്നിലേക്ക് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമന്റെ മുൻപിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഒരു വ്യവസായി പറഞ്ഞില്ലേ, ബ്രെഡ് മേടിച്ചാൽ ഒരു നികുതി, ബ്രെഡിൽ ബട്ടർ മേടിച്ചാൽ വേറൊരു നികുതി ഇല്ലേ? ഇതല്ലേ അവസ്ഥ? ഈ രാജ്യത്ത് ഒരു നികുതി എന്നുള്ളത് നടപ്പിലാക്കാൻ ഇവർക്ക് സാധിച്ചോ? ഒരു സ്ഥാപനത്തിൽ തന്നെ 4ഉം 5ഉം സ്ലാബിലുള്ള നികുതിയാണ്. ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് വളരെ വ്യക്തമായി തന്നെ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വരും ദിവസങ്ങളിലും നമുക്ക് എന്തായാലും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ കണക്കുകൾ തൽക്കാലം നിങ്ങൾക്കൊപ്പമില്ല ഉല്ലാസ് ബാബു. 3-2 ഭൂരിപക്ഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആകെയുള്ളത് ഈ 293 അംഗസംഖ്യ മാത്രമാണ്. 324 സീറ്റെങ്കിലും നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്ക് ലഭ്യമല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കത് സ്വപ്നം കാണാനേ കഴിയൂ. രാജ്യസഭയിലും നിങ്ങൾക്ക് 3-2 ഭൂരിപക്ഷമില്ല. അതാണ് വാസ്തവം. ഉല്ലാസ് ബാബു, ഇന്നത്തെ ദിവസം എഴുതി വെച്ചോ, BJP ആ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് വിജയിപ്പിച്ചു കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട. ഒരു കോൺഗ്രസ് എതിർത്തിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ വിജയിച്ചു പോരും, സംസ്ഥാനങ്ങളിൽ അത് വിജയിച്ചു പോരും. നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാലോ, സമയമുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ. ശരി. Debate with Arun Kumar.